പിണറായി വിജയനും അജിത് കുമാറും മൂലക്കിരുത്തിയ പി വിജയൻ ഇനി പോലീസിന്റെ തലപ്പത്ത് തന്നെയുണ്ട്. പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. പി വിജയന് ക്രമസമാധാന ചുമതല. എസ് ശ്രീജിത്ത് ജയിൽ മേധാവി. UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. പി വിജയനെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കി. ഇന്റലിജൻസ് മേധാവിയായിരുന്നു വിജയൻ. ADGP H വെങ്കടേഷിനെ ക്രൈംബ്രാഞ്ച് ADGP ആക്കി. എസ് ശ്രീജിത്താണ് പുതിയ ജയിൽ മേധാവി. ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായയെ സായുധ പോലീസ് ബറ്റാലിയൻ ADGP ആക്കി. ദിനേന്ദ്ര കശ്യപാണ് ഇന്റലിജൻസ് മേധാവി. ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി IG ആയിരുന്ന ഹർഷിത അട്ടല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തെ IG ആക്കി. ഇന്റലിജൻസ് IG ആയിരുന്ന S ശ്യാംസുന്ദറാണ് ക്രൈംബ്രാഞ്ച് IG. R നിശാന്തിനി ഇന്റലിജൻസ് IG ആകും. DIG യതീഷ് ചന്ദ്രയാണ് എറണാകുളം റേഞ്ച് DIG. നിലവിൽ കണ്ണൂർ റേഞ്ച് DIG ആയിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന K കാർത്തികിനെ തൃശൂർ റേഞ്ച് DIG ആക്കി. T നാരായണനാണ് കണ്ണൂർ റേഞ്ച് DIG. എറണാകുളം റേഞ്ച് DIG ആയിരുന്ന ആരുൾ RB കൃഷ്ണയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. തിരുവനന്തപുരം സ്വദേശിയാണ് അരുൾ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന മെറിൻ ജോസഫിനെ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയാക്കി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയാണ് കോഴിക്കോട് കമ്മീഷണർ. ആലപ്പുഴയിൽ KSU പ്രവർത്തകർക്ക് നേരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ നടത്തിയ മർദ്ദനം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. KSFB ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്ന പ്രശാന്തൻ കാണി BK ആണ് തിരുവനന്തപുരം റൂറൽ മേധാവി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുവിനെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയാക്കി.